ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വെൽനസ് സെൻറ്ററിൽ ടീച്ചർ അമ്മയെയും ശിവരാമൻ ചേട്ടനെയും കാണാനെത്തുന്ന കൃഷ്ണചന്ദ്രൻ സാറിനെ അങ്ങോട്ടെത്തുന്ന മോഹൻ ചോദ്യം ചെയ്യുന്നുണ്ട്. സരസ്വതിയോട് മോഹൻ ചെയ്ത ക്രൂരതകളെല്ലാം വിവരിച്ച് സാറും മോഹൻ്റെ വായടപ്പിക്കുന്നുണ്ട്. തൻ്റെ കുട്ടികളുടെ അമ്മയല്ലേടോ ആ സ്ത്രീ, അവരോട് കുറച്ചെങ്കിലും കരുണ തനിക്കാവാം, അവരെങ്ങനെങ്കിലും പിഴച്ചോട്ടെന്ന് തനിക്ക് കരുതിക്കൂടെ എന്ന് സാറ് ചോദിക്കുമ്പോഴേക്കും മോഹൻ ആകെ ദേഷ്യത്തോടെ നിർത്തടോ ഒന്ന്, എനിക്ക് തൻ്റെ സ്റ്റഡി ക്ലാസ് ഒന്നും ആവശ്യമില്ല, അതിന് പറ്റിയ ആളുമല്ല ഞാൻ എന്ന് ഒച്ച വെക്കുന്നുണ്ട്. നിനക്കുള്ള സ്റ്റഡി ക്ലാസ് വരുന്നുണ്ട് മോഹന എന്ന് സാറ് പറയുമ്പോഴേക്കും എന്ത് ക്ലാസ് എടുക്കാനാടോ കൃഷ്ണചന്ദ്ര, നിന്നെയൊക്കെ മിണ്ടാതാക്കാൻ മോഹന് ഈ പുക എടുക്കുന്ന നേരം മതി എന്ന് തൻ്റെ സിഗരറ്റ് പുകച്ചുകൊണ്ട് മോഹൻ പറയുന്നുണ്ട്. രണ്ടുപേരെയും ഒരു തവണ താൻ മിണ്ടാതാക്കാൻ നോക്കിയതല്ലേ, എന്നിട്ട് മിണ്ടാതായോ? അതിനൊക്കെ നിയമപരമായ സ്റ്റഡി ക്ലാസ് തനിക്ക് വരുന്നുണ്ട്. സരസ്വതിക്ക് കൊടുത്ത പീഡനത്തിൻ്റെ കഥകളും സ്റ്റഡി ക്ലാസ്സിലുണ്ടാവും. അതിന് സരസ്വതിക്ക് എന്ത് സഹായം ചെയ്തു കൊടുക്കാനും ഞാനും ഒപ്പം നിൽക്കും എന്ന് സാറും ഉറപ്പിച്ച് പറയുന്നുണ്ട്. നിനക്ക് ഈ മോഹനെ ശരിക്കും അറിഞ്ഞൂടാത്തോണ്ട ഈ പ്രസംഗം എന്ന് മോഹൻ പറയുമ്പോഴേക്കും സാറും ചിരിച്ചോണ്ട് ഇതൊക്കെ ഭീരുക്കളുടെ ലക്ഷണമാ മോഹന. പിന്നൊരു കാര്യം കൂടി, പണ്ടെനിക്ക് സരസ്വതിയോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അവൾക്ക് അങ്ങനൊന്നും ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. വിവാഹം കഴിഞ്ഞ ശേഷം ഞങ്ങൾ നീണ്ട വർഷങ്ങൾ കണ്ടിട്ട് പോലുമില്ല. പിന്നെ അന്ന് കന്യാകുമാരിയിലാണ് ഞങ്ങൾ വീണ്ടും കാണുന്നത്. അത് താൻ ഞങ്ങൾക്ക് നല്ല ഓർമ്മയാക്കി തന്നു എന്ന് സാറ് പറയുമ്പോഴേക്കും പറഞ്ഞ് നീ എങ്ങോട്ടാടാ കയറി പോകുന്നതെന്ന് മോഹനും ചോദിക്കുന്നുണ്ട്. ഇത് ഞാൻ നിങ്ങളുടെ വീട്ടുപടിക്കൽ വന്ന് പറയുന്നതല്ലോ, എന്നെ തടഞ്ഞു നിർത്തി ചോദിച്ചതല്ലേ. ഇനിയൊരു കാര്യം കൂടി താൻ കേട്ടിട്ട് പോയാൽ മതി. എനിക്കിപ്പോൾ അവളോട് പഴയ പോലെ പ്രണയം തോന്നുന്നുണ്ട്. അവർക്കത് തിരികെയുള്ളതായി എനിക്കിപ്പോൾ അറിയില്ല. ഉണ്ടെങ്കിൽ താനല്ല, തന്നെ പോലെ 10 മോഹന്മാർ വന്നാലും ഞാൻ നേരിടും എന്ന് സാറ് വെല്ലുവിളിക്കുമ്പോൾ മോഹനും ദേഷ്യത്തോടെ ആ സിഗരറ്റ് വലിച്ചെറിഞ്ഞുകൊണ്ട് അതിന് താൻ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ മോഹന എന്ന് ചോദിക്കുന്നുണ്ട്. താൻ ജീവനെടുക്കാൻ തീരുമാനിച്ചാൽ തന്നെ മറ്റൊരാൾക്കും അതേ ജീവനെടുക്കാനുള്ള അവകാശമുണ്ട് മോഹന. താൻ എന്താ വിചാരിക്കുന്നത്, തനിക്ക് കുറച്ച് തടിയും തൂക്കവും ഉള്ളതുകൊണ്ട് താൻ ശക്തനാണെന്നോ എന്ന് സാറ് കളിയാക്കിക്കൊണ്ട് ചോദിക്കുമ്പോഴേക്കും എന്താടോ താൻ കിടന്ന് ചിലക്കാണോ എന്ന് മോഹനും ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും സാർ മോഹൻ്റെ ഷർട്ടിൻ്റെ കുത്തിനിട്ട് പിടിച്ചോണ്ട് ജീവിച്ചിരിക്കാൻ എനിക്കും അവകാശമുണ്ടടാ. അതിനുവേണ്ടി ഒരാളെ നേരിടുന്നത് അത്ര വലിയ കുറ്റമൊന്നുമല്ല. ആ ബോധ്യം എനിക്കുണ്ട്. ക്ഷമയുള്ളവൻ വലിയ കളി കളിക്കില്ല മോഹന. പക്ഷേ കളിക്കാൻ അവൻ തുനഞ്ഞിറങ്ങിയ അതൊട്ടു താങ്ങുകയുമില്ല എന്ന് പറഞ്ഞ് ആ ഷർട്ടിൻ്റെ പിടിവിട്ടോണ്ട് മോഹൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് താൻ സൂക്ഷിച്ചോ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സാർ അവിടുന്ന് നടന്നു നീങ്ങുന്നുണ്ട്. മോഹൻ ആകെ ദേഷ്യത്തോടെ നിൽക്കുമ്പോഴേക്കും ഇതെല്ലാം കണ്ടുകൊണ്ട് അപ്പുറത്ത് മാറി നിൽക്കുന്ന ടീച്ചറമ്മയും കനിയും മോഹൻ്റെ നേരെ നടന്നടുക്കുന്നുണ്ട്. പുറംതിരിഞ്ഞു നിൽക്കുന്ന മോഹൻ്റെ പുറകിൽ ചെന്ന് ടീച്ചറമ്മ മോഹനോടായി എന്നെ മനസ്സിലായി കാണുമല്ലോ ലക്ഷ്മി, ഞാൻ അകത്തിരുന്ന് കാണുമായിരുന്നു നിങ്ങൾ കൃഷ്ണചന്ദ്രൻ സാറിനെ തടഞ്ഞു നിർത്തിയതും മറ്റും. ആരുടെ കുറകെയും വണ്ടി പിടിച്ചിട്ട് അവരുടെ ജീവിതത്തിലൊക്കെ കയറി കളയാമെന്ന ഒരു അഹന്ത നിങ്ങൾക്കുണ്ട് എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും മോഹൻ ഒരു സിഗരറ്റ് പുകച്ചോണ്ട് ഇതെല്ലാം എൻ്റെ ഇഷ്ടം, എൻ്റെ തീരുമാനം, നിനക്കെന്തടി കാര്യം എന്ന് മോഹൻ ചോദിക്കുമ്പോഴേക്കും എനിക്കുണ്ടടോ. ഞാൻ പലപ്പോഴും നിങ്ങളടുത്ത് ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട് സരസ്വതി പറഞ്ഞിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. നിങ്ങൾ അവരെ അടിച്ച ഓരോ അടിയും എനിക്ക് നൊന്തിട്ടുണ്ട് എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും മോഹൻ ടീച്ചറമ്മയെ സൂക്ഷിച്ചു നോക്കണ കണ്ട് സൂക്ഷിച്ചു നോക്കണ്ട, ഞങ്ങൾ ഇരട്ടകളാ, എനിക്കതറിയാനാവും. സാറിനെ താൻ തടഞ്ഞു നിർത്തിയതിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. പണ്ട് താൻ അവളോട് പ്രണയം ആരോപിച്ചിട്ടില്ലേ, അതിൻ്റെ പേരിൽ തല്ലിയിട്ടുമില്ലേ. ഇല്ലാത്തൊരു പ്രണയകഥ പറഞ്ഞ് ജീവിതകാലം മുഴുവൻ നിങ്ങൾ അവളെ വേട്ടയാടിയിട്ടുണ്ട്. അവളുടെ മക്കളുടെ മുന്നിലിട്ട് വരെ നിങ്ങൾ തല്ലി. എന്നിട്ടും അവൾ ജീവിതത്തോടെ പൊരുതി നിന്ന് നാടിൻ്റെ ടീച്ചർ അമ്മയായി. നിങ്ങളോ, നിങ്ങൾക്ക് എത്രയോ സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. സരസ്വതിയുടെ അടുത്ത് നിങ്ങൾ മൂക്കറ്റം മദ്യപിച്ചല്ലേ പോയിരുന്നത് എന്ന് ടീച്ചറമ്മ ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും ആണുങ്ങളാവുമ്പളേ വെള്ളവും അടിക്കും പെണ്ണും പിടിക്കും. നിന്നെ കാണുമ്പോൾ അവളെ പോലെ തന്നെ ഉള്ളതുകൊണ്ടേ അവൾ വാങ്ങി വെച്ചതൊക്കെ നീയും വാങ്ങിക്കും എന്ന് കൈ ഉയർത്തിക്കൊണ്ട് മോഹൻ പറയുന്നുണ്ട്. ടീച്ചറമ്മയും ഒരു കൂസലമില്ലാതെ നിന്നുകൊണ്ട് എന്നെ തൊട്ടാലേ പ്രശ്നം വേറെയാ, ഞാൻ US സിറ്റിസണാ, ഇയാൾ അകത്ത് കിടക്കും എന്ന് ലക്ഷ്മിയായ ടീച്ചറമ്മ പറയുമ്പോഴേക്കും മോഹനും തൻ്റെ പത്തി മടക്കുന്നുണ്ട്. ഇപ്പൊ സാറിനെ തടഞ്ഞു നിർത്തി ചോദിക്കാൻ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? ഇപ്പോഴും അവൾക്ക് സാറുമായിട്ട് ഒരു ബന്ധവുമില്ല. ജീവിതം മുഴുവൻ നിഷേധിക്കുമ്പോഴും എന്നാലൊന്ന് ജീവിച്ചു കാണിക്കാമെന്ന് ഒരു സ്ത്രീക്ക് തോന്നുക. അങ്ങനൊരു മുനമ്പിലാ സരസ്വതി നിൽക്കുന്നത് എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അത് നിനക്കെങ്ങനെ അറിയാമെന്ന് മോഹനും. ഇതെല്ലാം എനിക്കല്ലാതെ പിന്നെ ആർക്കാടോ അറിയാ?
നിങ്ങളോടുള്ള ദേഷ്യത്തിൽ ചിലപ്പോൾ അവരൊന്നിച്ച് ജീവിച്ചെന്നിരിക്കും എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അതൊന്ന് എനിക്ക് കാണണമെന്ന് മോഹനും. നിങ്ങൾക്കിടയിൽ 3 പിള്ളേരുണ്ടായത് നിങ്ങൾക്കിടയിലുള്ള സ്നേഹത്തിൽ നിന്നൊന്നുമല്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മാരിറ്റൽ റേപ്പിന്റെ എല്ലാ കഥകളും എനിക്കറിയാം. അതുകൊണ്ട് നീ സൂക്ഷിച്ചോ. അവളുടെ കയ്യിൽ അത്രമേൽ പൊട്ടുന്നൊരു ബോംബുണ്ട്. അവൾ ജീവിക്കുന്നതിൽ തനിക്കെന്താടോ പ്രശ്നം? അവളിപ്പോ പഴയ സരസ്വതി ഒന്നുമല്ല. ജീവിതം കരുത്തു നൽകിയ പുതിയ സരസ്വതിയാ. ഇനി തടസ്സങ്ങൾ ഉണ്ടാക്കിയ അവൾ തിരിച്ചടിച്ചെന്നിരിക്കും. അത് നിങ്ങൾ താങ്ങൂല. നിങ്ങളുടെ മുഖമൂടികൾ അവൾ വലിച്ചു കീറും. അവൾക്ക് എല്ലാത്തിനും കണക്കുണ്ട്. തിരിച്ചടിക്കാനുള്ള ഒരവസരവും അവൾ ഇനി വെറുതെ വിടൂല. ഇനി നിന്റെ പതനം തുടങ്ങുക. ആ കാല് പിടിക്കാൻ അവളുടെ അടുത്ത് ചെന്ന അവൾ ഉറപ്പായും പറയും, ഹൂ കെയർസ്? സകല സ്ത്രീലമ്പടന്മാരുടെയും മുഖത്തുണ്ട് ഈ ചോദ്യം ഇപ്പോൾ. അതൊരു പെണ്ണ് തിരിച്ചു ചോദിക്കുന്ന ദിവസം വരും. ഹൂ കെയർസ് എന്ന് തനിക്ക് പറയാനുള്ളതെല്ലാം മോഹന്റെ മുഖത്തു നോക്കി ഒരു കൂസലമില്ലാതെ ധൈര്യത്തോടെ ചോദിച്ചോണ്ട് ടീച്ചറമ്മ അവിടുന്ന് നടന്നു നീങ്ങുന്നുണ്ട്. സരസ്വതിയാണ് നടന്നു നീങ്ങുന്നതെന്നറിയാതെ മോഹനും അമ്പരപ്പോടെ അവളെ തന്നെ നോക്കി നിൽപ്പുണ്ട്. പിന്നീട് ശിവരാമൻ ചേട്ടന്റെ അരികിലേക്ക് വരുന്ന ടീച്ചറമ്മയാണ് കാണിക്കുന്നത്. അവൻ എന്താ ലച്ചു പ്രശ്നമെന്ന് ശിവരാമൻ ചേട്ടൻ ചോദിക്കുമ്പോഴേക്കും നല്ല അടി കിട്ടാത്തതിന്റെ പ്രശ്നമാണെന്ന് ടീച്ചറമ്മയും. ഇവന് വേറെ ഒരു പണിയുമില്ലേ ലച്ചു? നമ്മുടെ കുടുംബത്തെ ദ്രോഹിക്കാനായിട്ട് മാത്രം ഒരു ജന്മം. ഇവനിങ്ങനെ പോയാൽ അറ്റ കൈക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യും എന്ന് ശിവരാമേട്ടൻ പറയുമ്പോഴേക്കും ഇന്നെന്തായാലും നന്നായിട്ട് കിട്ടി. സരസ്വതി പറഞ്ഞ അറിവ് വെച്ചിട്ടേ കൃഷ്ണചന്ദ്രൻ സാർ സാധാരണ അങ്ങനെ ഒരാളെയും ഒന്നും പറയാത്ത ഒരാളാ. സാറും കൊടുത്തു, പിന്നെ ഞാനും എനിക്കാവുന്ന പോലെയൊക്കെ കൊടുത്തു എന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട്. അത് കേട്ട് ചിരിച്ചുകൊണ്ട് ഇവന് എത്ര കിട്ടിയാലും മതിയാവാത്ത ഇനമാ. അന്ന് കുഞ്ഞിയുടെ കല്യാണം കലക്കാൻ വന്നതല്ലേ, പിന്നെ നമ്മൾ കണ്ടോണ്ട് അതങ്ങ് ഒഴിവായിന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട്. ആളെന്തിനും തുനിഞ്ഞിറങ്ങിയേക്കുമല്ലേ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോഴേക്കും ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്, ഇനി വന്നാൽ തിരിച്ചു പോവാത്ത വിധം അവനൊരു പണി കൊടുക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് ശിവരാമേട്ടൻ പറയുമ്പോഴേക്കും വരട്ടെ നോക്കാമെന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ടേ. പിന്നീട് കനിയും ടീച്ചറമ്മയും കൂടി റൂമിലിരുന്ന് ആ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. വല്യമ്മയ്ക്ക് സന്തോഷമായതേ മോഹനിട്ട് 2 എണ്ണം കൊടുത്തോണ്ടാ. അന്ന് വീണയുടെ കല്യാണത്തിന് വന്നപ്പോഴേ വല്യമ്മയുമായിട്ട് പുള്ളി കോർത്തിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് വീണ് മുറിഞ്ഞതാണ് ഇപ്പോൾ ഈ പ്രശ്നമായിട്ടിരിക്കുന്നത്. പന്നി ഇടിച്ചതല്ലേ, വല്യമ്മയുടെ കാല് ശരിക്കും സെൻസിറ്റീവാ എന്ന് കനി പറയുമ്പോഴേക്കും അതെ, ശിവരാമേട്ടന്റെ കാലിൽ തൊട്ടവന് തൊട്ടതിന്റെ സന്തോഷം എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ടീച്ചറമ്മയുടെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട്. ടീച്ചറമ്മ ആ മൊബൈൽ എടുത്ത് നോക്കിക്കൊണ്ട് മേരിയാണെന്ന് പറഞ്ഞ് ആ കോൾ എടുക്കുമ്പോഴേക്കും സരസു നീ കിടന്നോന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്കുന്നുണ്ട്. ഇല്ല, കിടന്നില്ല. ഞാനേ കനിയോട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കായിരുന്നു. എടി ഇന്നിവിടെ ആകെ പുകിലായിരുന്നു എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും എന്താടിന്ന് മേരിക്കുട്ടി ടീച്ചറും അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. ചേട്ടനെയും ലക്ഷ്മിയെയും കാണാനെന്ന് പറഞ്ഞ് കൃഷ്ണചന്ദ്രൻ സാർ ഇവിടെ വന്നിരുന്നു. സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞിറങ്ങിയപ്പോൾ മോഹൻ വന്ന് സാറുമായിട്ട് തർക്കവും ബഹളവും ഒക്കെ ആയി എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ആണോ, ഈ മോഹൻ ഇവിടെ എവിടെയെങ്കിലും വാടകയ്ക്ക് താമസിക്കുകയാണോ? എല്ലാ കാര്യത്തിലും ഉടക്കി വെക്കാൻ അയാൾ കൃത്യമായി എത്തുന്നുണ്ടല്ലോ എന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്കുന്നുണ്ട്. അത് അന്വേഷിക്കേണ്ട കാര്യമാ. പിന്നെ ഞാനിപ്പോ ലക്ഷ്മിയാണല്ലോ, എനിക്ക് മുൻപിൻ നോക്കേണ്ട കാര്യമില്ല. ഞാനേ അങ്ങോട്ട് മോഹന്റെ അടുത്തേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്നു എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അത്ഭുതത്തോടെ ശരിക്കും എന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്കുന്നുണ്ട്. അതേടി, കെട്ടിയ കാലം മുതലുള്ള എല്ലാ ഫ്രസ്ട്രേഷനും ഞാൻ അങ്ങ് പറഞ്ഞു തീർത്തു. നാക്ക് ലക്ഷ്മിയുടേതാണല്ലോ, അതുകൊണ്ട് ഞാൻ ഒട്ടും കുറച്ചില്ല. അങ്ങേരൊന്ന് പതറി, പിന്നെ എന്തൊക്കെയോ എന്നെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ മൈൻഡ് ചെയ്തില്ല. അവളുടെ കുപ്പായമിടുമ്പോൾ വല്ലാത്തൊരു കോൺഫിഡൻസാ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അല്ല പിന്നെ എന്തായാലും നീ കസറി നന്നായിടിന്ന് മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ട്. പിന്നെ ഞാനേ വേറൊരു കാര്യം പറയാനാ വിളിച്ചത് എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും എന്താ കാര്യമെന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട്. നിനക്കത് കേട്ടിട്ട് വിഷമമാവരുത് കേട്ടോ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും വിഷമാവുന്ന കാര്യമാണെങ്കിൽ പറയണ്ട, അത്രയല്ലേ ഉള്ളൂ എന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും എന്നാ നീ പറ, ഞാൻ ഇവിടെ ഇരുന്ന് വിഷമിക്കാമെന്ന് ടീച്ചറമ്മയും. എടി അതെ, ലക്ഷ്മി വന്നെന്നെ കൈയോടെ പിടിച്ചതിന് ശേഷം എനിക്കങ്ങ് പേടിയാ. ജോണും നിന്റെ കാര്യമറിഞ്ഞിട്ട് എന്നെ വന്ന് ചോദ്യം ചെയ്യുവോന്ന് എന്ന് മേരിക്കുട്ടി പറയുമ്പോഴേക്കും ജോണിന് അറിയുമെന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട്. എടി അവന് സംശയമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫോൺ എടുത്ത് അവൻ ചെക്ക് ചെയ്യാറുണ്ട്. പറയാൻ പറ്റില്ല, കാലക്കേടിനറിഞ്ഞാ തീർന്നു. ഞാൻ ഈ കാര്യം മറച്ചു വെച്ചത് അവന് വിഷമമാവൂടി. ഞാൻ ജോണിനോട് ഇതല്ലാതെ വേറൊന്നും മറച്ചിട്ടില്ല. എനിക്കൊരു പേടിയുണ്ട് എടി. ഞാൻ ജോണിനോട് ഈ കാര്യം പറഞ്ഞോട്ടെ എന്ന് മേരി ചോദിക്കുമ്പോഴേക്കും എടി ജോൺ പോലീസിൽ അറിയിച്ചാലോ എന്ന് ടെൻഷനോടെ ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട്. ഞാൻ അവനോട് പറയരുതെന്ന് പറഞ്ഞു നോക്കാം. എടി നീ വിഷമിക്കല്ല കേട്ടോ, എനിക്ക് പറ്റാഞ്ഞിട്ടാ, ഒരു കുറ്റബോധം പോലെ എന്ന് മേരിക്കുട്ടി ടീച്ചർ ടെൻഷനോടെ പറയുമ്പോഴേക്കും നിനക്ക് ശരിയെന്ന് തോന്നുന്നതല്ലേ മേരി?
ഒരു കുഴപ്പവും വരില്ല, നീ പറഞ്ഞോ എന്ന് ടീച്ചർ അമ്മയും. ശരിയെന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ കോൾ വെക്കുന്നുണ്ടേ. തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കനിയോടായി ജോണിനോട് പറയട്ടെ എന്ന് മേരി ചോദിക്കുവാന്ന് ടീച്ചർ അമ്മ പറയുന്നുണ്ട്. പണിയാവോ എന്ന് കനി ചോദിക്കുമ്പോഴേക്കും അവനങ്ങനെ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല, പോലീസിനോട് പറഞ്ഞാൽ എന്ന് സംശയത്തോടെ പറഞ്ഞ് എന്തേലും ആവട്ടെ, ഇനിയിപ്പോൾ എന്തു വന്നാലും നേരിടാമെന്ന് പറഞ്ഞ് ടീച്ചർ അമ്മയും ധൈര്യത്തോടെ ഇരിക്കുന്നുണ്ട്. പിന്നീട് പുറത്തു പോയി വരുന്ന ജോണിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഡൈനിങ് ടേബിളിലിരിക്കുന്ന മേരിക്കുട്ടി ടീച്ചറെയാണ് കാണിക്കുന്നത്. ജോൺ പച്ചക്കറിയെല്ലാം വാങ്ങിക്കൊണ്ട് വരുമ്പോഴേക്കും മോനെ ജോണെ ഇങ്ങു വന്നേ പറയട്ടെ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുന്നുണ്ട്. എന്താണ് മേരീസേ ഒരു സോപ്പ്, ഞാൻ ഈ പച്ചക്കറി വെച്ചിട്ട് വരാം എന്ന് ജോൺ പറയുമ്പോഴേക്കും അതൊക്കെ എഴുന്നേറ്റ് പോകുമ്പോൾ വെക്കാടാ, നീ ഇവിടെ ഇരിക്കെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുന്നുണ്ട്. എന്തു പറ്റി എന്ന് ജോൺ ചോദിക്കുമ്പോഴേക്കും എടാ എനിക്ക് കോൾ വരുന്നത്, നീ വരുമ്പോൾ ഞാനത് കട്ട് ചെയ്യുന്നത്, ഇതൊക്കെയല്ലായിരുന്നോ നിന്റെ പരാതി എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോഴേക്കും അതെന്റെ പരാതിയൊന്നുമല്ലല്ലോ, ഉള്ളതല്ലെന്ന് ജോണും ചോദിക്കുന്നുണ്ട്. അതാരാന്നാ നിന്റെ വിചാരം എന്ന് മേരിക്കുട്ടി ടീച്ചർ ചിരിയോടെ ചോദിക്കുമ്പോഴേക്കും അത് വീണയുടെ കുഞ്ഞമ്മയല്ലേ എന്ന് ജോണും ചോദിക്കുന്നുണ്ട്. അതെ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും അത് ഏതായാലും വീണയുടേതല്ല ശരിയല്ലേ എന്ന് ജോൺ ചോദിക്കുന്നുണ്ട്. മേരിക്കുട്ടി ടീച്ചറും ഒരു ചിരിയോടെ ശരിയാ, നീ പറ ആരാന്ന് എന്ന് ജോണിനോടായി പറയുന്നുണ്ട്. എനിക്കെങ്ങനെ അറിയാം, ഒളിച്ചോടാറായോ എന്ന് ജോൺ ചോദിക്കുമ്പോഴേക്കും ഇല്ലടാ, എല്ലാ ഒളിച്ചോട്ടവും അങ്ങ് നിർത്താമെന്ന് വെച്ചു എന്ന് മേരിക്കുട്ടി ടീച്ചർ ചിരിയോടെ പറയുമ്പോഴേക്കും അപ്പോൾ ബ്രേക്കപ്പ് ആയോ എന്ന് ജോണും ചോദിക്കുന്നുണ്ട്. എടാ ഞാൻ സംസാരിക്കുന്നതേ സരസുവുമായിട്ടാ മേരിക്കുട്ടി ടീച്ചർ സന്തോഷത്തോടെ പറയുമ്പോഴേക്കും സരസ്വതി ടീച്ചറോ എവിടുന്ന്, സ്വർഗത്തിന്നോന്ന് ജോണും. അല്ലടാ നരകത്തിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് മേരിക്കുട്ടി ടീച്ചർ പരിഭവത്തോടെ ഇരിക്കുമ്പോഴേക്കും എന്താണ് അമ്മ ഇതൊക്കെ എന്നും ചോദിച്ചുകൊണ്ട് ജോൺ പോവാൻ തുടങ്ങുമ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചർ അവനെ പിടിച്ചു നിർത്തിക്കൊണ്ട് എടാ ഇങ്ങോട്ട് വന്നേ, സരസ്വതി മരിച്ചിട്ടില്ലടാ, എടാ അവൾ ജീവനോടെയുണ്ട് എന്ന് മേരിക്കുട്ടി ടീച്ചർ സന്തോഷത്തോടെ പറയുമ്പോഴേക്കും അമ്പരപ്പോടെ അതെങ്ങനെ എന്ന് ജോണും ചോദിക്കുന്നുണ്ട്. ആണ്ടും കഴിഞ്ഞ് അനുസ്മരണവും നടത്തിയിട്ട് ആളുണ്ടെന്നോ എന്താമ്മയെന്ന് ജോൺ ചോദിക്കുമ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചർ കസേരി നെണീട്ടുണ്ട്. അത് സരസ്വതി കന്യാകുമാരിയിൽ വെച്ച് മിസ്സായില്ലേ, അവള് കൃഷ്ണചന്ദ്രൻ സാറിനോടൊപ്പം ആശ്രമത്തിലോ ഏതോ ക്ഷേത്രത്തിലോ പോയതാ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും ഇതിനിടയിൽ കൃഷ്ണചന്ദ്രൻ സാർ എവിടെന്ന് വന്നു എന്ന് ജോൺ ചോദിക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിയത്തില്ല, എവിടെന്നോ വന്നു. എടാ പോകുന്ന വഴി ആക്സിഡന്റ് പറ്റി അവർക്ക്, എന്നിട്ട് അവർ രണ്ടുപേരും ബോധമില്ലാതെ മാസങ്ങളോളം ആശുപത്രിയിലായിരുന്നു. പാവം സുഖമായപ്പോൾ അവൾ വീട്ടിൽ തിരിച്ചെത്തി എന്ന് പറഞ്ഞ് സരസുവിനെ കണ്ട മഹേഷും രാധയും കൂടി ടീച്ചറമ്മയെ ആരും കാണാതെ മുകളിലെ മുറിയിൽ ഒളിപ്പിക്കുന്ന കാര്യമെല്ലാം മേരിക്കുട്ടി ടീച്ചർ പറയുന്നുണ്ട്. എല്ലാം കേട്ട് അപ്പോൾ ടീച്ചർ ഇപ്പോഴും ആ മേളിലത്തെ മുറിയിലുണ്ടല്ലേന്ന് ജോൺ ചോദിക്കുന്നുണ്ട്. ഉണ്ടെന്ന് മേരിക്കുട്ടി ടീച്ചർ സമ്മതിക്കുമ്പോഴേക്കും അത് വിഷ്ണു സാറിന് അറിയുമെന്ന് ജോണും ചോദിക്കുന്നുണ്ട്. വിഷ്ണു അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ അറിഞ്ഞോന്ന് എനിക്കറിയില്ല എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും ഇങ്ങനൊരു കാര്യം അറിഞ്ഞിട്ട് മറയ്ക്കുന്നത് അത് ഓഫൻസ് അല്ലേ എന്ന് ജോണും ചോദിക്കുന്നുണ്ട്. നീതി നിയമമൊന്നും ഇക്കാര്യത്തിൽ എനിക്കറിയത്തില്ല. എടാ നീ ഈ കാര്യം ആരോടും പറയരുത് കേട്ടോ, എടാ ആ വിശ്വാസത്തിലാ നിന്നോട് ഞാൻ ഈ കാര്യം പറഞ്ഞത് എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും എന്നെ ആരും വിശ്വസിക്കേണ്ട, ഞാൻ റിപ്പോർട്ട് ചെയ്യുമെന്ന് ജോണും ഉറപ്പിച്ച് പറയുന്നുണ്ട്. നീ റിപ്പോർട്ട് ചെയ്യേ, അറസ്റ്റ് ചെയ്യേ, എന്ത് വേണമെങ്കിലും അങ്ങോട്ട് ചെയ്യേ, പിന്നെ എനിക്ക് സരസ്വതിയുടെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല കേട്ടോ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും ഇപ്പൊ നോക്കാൻ പറ്റുന്നുണ്ടോ അമ്മ, നിങ്ങളൊക്കെ ഏത് യുഗത്തിലാ ജീവിക്കുന്നത്, ഒരാള് മരിച്ചു പോയെന്ന് പറഞ്ഞ് മുറിയിൽ ഒളിപ്പിച്ചു വെച്ചേക്കുവാ, ഞാൻ അതറിഞ്ഞിട്ട് മിണ്ടാതിരിക്കണമല്ലേ, ഇരിക്കാം എന്ന് ജോൺ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചറും ടെൻഷനോടെ ജോണെ എടാ എന്ന് വിളിക്കുന്നുണ്ട്. ഒരു ജോണുമില്ല, പോയേ, ഇത്രയും കാലം ഈ കാര്യം ഒളിപ്പിക്കാൻ അറിയായിരുന്നല്ലോ, കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ജോൺ അവിടെ നിന്ന് പോകുമ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചറും ആകെ ടെൻഷനോടെ ഇനി ഇവൻ എന്തൊക്കെ ഒപ്പിക്കുമെന്നാ കർത്താവേ എന്നും പറഞ്ഞുകൊണ്ട് മേരിക്കുട്ടി ടീച്ചറും ആകെ ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. പിന്നീട് വീണയ്ക്ക് ജോണിന്റെ കോൾ വരുന്നുണ്ട്. ജോണിന്റെ കോൾ എടുത്തുകൊണ്ട് ജോണേട്ടാ ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് കരുതി ഇരിക്കുകയായിരുന്നു എന്ന് വീണയും പറയുന്നുണ്ട്. സന്തോഷേട്ടന്റെ അച്ഛനെ കൊണ്ട് എന്നെ ശരിക്കും വഴക്കു പറയിക്കാനാ ഇവിടുത്തെ അമ്മയുടെ ശ്രമം, ആ ഇടങ്കോലിന്റെ ശല്യത്തിനിപ്പോ ശക്തി കൂടി എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോഴേക്കും അതവിടെ നിൽക്കട്ടെ, നമുക്ക് സംസാരിക്കാം, സരസ്വതി ടീച്ചറിന്റെ കാര്യം സന്തോഷിനറിയോ എന്ന് ജോൺ ചോദിക്കുന്നുണ്ട്. അത് കേട്ട് ആകെ പതർച്ചയോടെ ടെൻഷനോടെ എന്ത് കാര്യം ജോണേട്ടായെന്ന് വീണയും ചോദിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഉരുളാനുള്ള ചങ്കൂറ്റം നിനക്കുണ്ടല്ലോ വീണ എന്ന് ജോൺ ചോദിക്കുമ്പോഴേക്കും വീണയും ആകെ ടെൻഷനോടെ സോറി ജോണേട്ടാ, മനഃപൂർവ്വം പറയാത്തതല്ല ഞാൻ, ജോണേട്ടൻ അറിഞ്ഞ അത് ലീഗലി പോകുമെന്ന് പേടിച്ചിട്ടാ എന്ന് വീണ കരഞ്ഞോണ്ട് പറയുമ്പോഴേക്കും അത് പിന്നെ അങ്ങനല്ലേ പോവേണ്ടതെന്ന് ജോണും ചോദിക്കുന്നുണ്ട്. എല്ലാരും ജയിലിലാവും എന്ന് കരഞ്ഞോണ്ട് വീണ പറയുമ്പോഴേക്കും അതാരാ പറഞ്ഞത്, നിങ്ങൾ ആരുടെയെങ്കിലും ലീഗൽ സജഷൻസ് എടുത്തോ എന്ന് ജോണും ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് വീണ പറയുമ്പോഴേക്കും നിങ്ങളൊക്കെ എങ്ങനെയാ ഈ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്,
ഇങ്ങനൊരു കാര്യം വരുമ്പോൾ ഒരാളെ ഇനിയുള്ള കാലം വെളിച്ചം കാണാത്ത മുറിയിൽ പൂട്ടിയിട്ട് കഞ്ഞി കൊടുക്കുകയാണോ വേണ്ടത് എന്ന ജോണിന്റെ ചോദ്യം കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വീണയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. രാമേശ്വരത്ത് നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വെൽനസ് സെന്ററിൽ കഴിയുന്ന ശിവരാമൻ ചേട്ടനെ കാണാനെത്തുന്നതും നിങ്ങളുടെ സഹോദരിയല്ല മറിച്ച് അതിനു പകരം ഒരു തമിഴ് സ്ത്രീയെയാണ് അവിടെ അടക്കം ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നതും ടീച്ചർ അമ്മയും അവരെ കാണുന്നതുമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.